റഷ്യക്ക് നേരെ വീണ്ടും ആക്രമണത്തിന് ഉക്രൈൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. കാരണം 2 എണ്ണക്കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. അത് തുർക്കി ഭാഗത്ത് വെച്ചാണ് ആക്രമണം എന്നുള്ള വിവരങ്ങളെ പുറത്തു വരുന്നത്. എന്തായിരിക്കും ആക്രമണത്തിന്റെ ഗതി മാറുവാണോ? ഇത് തുർക്കി തീരത്തിൽ നിന്ന് അധികം അകലാൽ അല്ലാതെയാണ് 2 എണ്ണ ടാങ്കറുകളെ ആക്രമിച്ചിരിക്കുന്നത് റഷ്യയുടെ. അത് ഈ കരിങ്കടലില്ല, ബ്ലാക്ക് സീ, അവിടെയുള്ള റഷ്യയുടെ സ്വാധീനം കുറയ്ക്കുക എന്നുള്ളതാണ് യുക്രൈൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. എന്നാലും കുറെ മാറി ഇല്ലേ, തുർക്കിയുടെ തീരത്ത് എന്നുള്ളതൊരു പ്രധാനമാണ്. അപ്പൊ തുർക്കി നാറ്റോ രാജ്യമാണല്ലോ. അപ്പൊ തുർക്കിയുടെ ഒരു പിന്തുണ യുക്രൈന് ലഭിക്കുന്നുണ്ട്. ലഭിക്കും എന്നുള്ള തോന്നലില്ലെങ്കിലും ആയിരിക്കുമല്ലോ തുർക്കി തീരത്തിന്റെ അടുത്ത് വെച്ച് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് വിരാട് ഒരു കപ്പലിന്റെ പേര്. അപ്പൊ അത് ഇന്ത്യൻ ഉടമയോ മറ്റോ ആയിരിക്കുമോ എന്ന് നോക്കിയിട്ട് കിട്ടുന്നില്ല. അത് റഷ്യൻ ഉടമസ്ഥതയിലാണ്. റഷ്യയുടെ ഗോസ്റ്റ് ഫ്ലീറ്റ്, പ്രേത കപ്പൽ വ്യൂഹം എന്ന് നമ്മൾ പറയാറില്ല. ഈ എണ്ണ ക്രൂഡ് ഓയിൽ കള്ളക്കടത്ത് നടത്തുന്ന കപ്പൽ വ്യൂഹത്തിൽ പെട്ടതാണ്. എന്ന് മാത്രമല്ല, ഈ പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെ ഉപരോധത്തിൽ പേര് പറഞ്ഞിട്ടുള്ള കപ്പലാണ് വിരാട്. അതുപോലെ കെയ്റോസ്, 2ാമത്തെ എണ്ണ ടാങ്കർ കെയ്റോസ്. അപ്പോ ഈ വിരാടിന്റെ SOS മെസ്സേജുകളൊക്കെ ഉണ്ട്. മേഡേ എന്ന് പറഞ്ഞാണല്ലോ അവസാനം തീരുകയായത് മെസ്സേജുകൾ. ഞങ്ങൾ അപകടത്തിലാണ്, മേഡേ, ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഈ മൈനുകൾ, കടലിൻ്റെ അകത്തെ കുഴിബോംബുകൾ മൈനുകളാണെന്നാണ് കരുതിയിരുന്നത്, തുർക്കി അധികൃതർ കരുതിയിരുന്നത്. ആദ്യത്തെ ആക്രമണം നടന്നു കഴിഞ്ഞപ്പോൾ ഏതാനും മണിക്കൂറുകൾ വ്യത്യാസത്തിലാണ് 2 ഈ എണ്ണ ടാങ്കറുകളെയും ആക്രമിച്ചത്. അപ്പൊ ആദ്യത്തേത് കഴിഞ്ഞപ്പോൾ ഇത് മൈനുകൾ ആയിരിക്കും എന്ന് വിചാരിച്ചു, കടലിന്റെ അടിയിൽ. പക്ഷെ പിന്നീട് മനസ്സിലായത് യുക്രൈൻ ചെയ്തിരിക്കുന്നതാണ്, സ്ഫോടനം ഒക്കെ നടന്നിരിക്കുന്നത്. യുക്രൈൻ്റെ ആളില്ലാ ഡ്രോൺ ആണ് ചെയ്തിരിക്കുന്നത്. നേവൽ ഡ്രോൺ എന്ന് പറഞ്ഞാൽ സീ ഡ്രോൺ എന്നും പറയാം, കടൽ ഡ്രോണുകൾ. അപ്പോൾ 2 കെയ്റോസും വിരാടും 2 എണ്ണ ടാങ്കറുകളും ഗാംബിയയുടെ കൊടി ഉള്ളതായിരുന്നു. ഗാംബിയ നമ്മളെപ്പോഴും പറയാറില്ലേ, ഈ കുഴപ്പം പിടിച്ച രാജ്യങ്ങളിലൊക്കെ പോയി രജിസ്റ്റർ ചെയ്തിട്ടാണ്, അതായത് ഒരു കപ്പൽ മേടിക്കുക, കുറച്ച് പ്രായമൊക്കെ ഉള്ളതായിരിക്കും, എന്നിട്ട് അത് കൊണ്ടുപോയി വേറൊരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് ആ രാജ്യത്തിന്റെ കൊടിയിൽ, കാരണം രാജ്യാന്തര നിയമം പ്രകാരം കൊടി പാലിച്ചുകൊണ്ട് വേണം കപ്പൽ പോവാൻ, ആ രാജ്യത്തിന്റെ ആണെന്ന് ധരിച്ചോളും. 2 ഗാംബിയ. അപ്പോൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് തുടങ്ങി, ഒരെണ്ണം വെള്ളിയാഴ്ച പാതിരയോടടുപ്പിച്ച് ആണ്, അങ്ങനെയാണ്. അപ്പോൾ 2ഉം രാജ്യാന്തര ഉപരോധ പട്ടികയിൽ. ഈ ബോസ്പറസ് ഉൾക്കടലിനടുത്ത് വെച്ചിട്ടാണ് കെയ്റോസ് ആദ്യം ആക്രമിക്കപ്പെടുന്നത്. ആദ്യം കെയ്റോസ് ആണ് ആക്രമിക്കപ്പെടുന്നത്. അപ്പോൾ അത് തുർക്കി തീരത്ത് നിന്ന് 28 നോട്ടിക്കൽ മൈൽ അകലെ, തുർക്കിയുടെ തന്നെ കൊസേലി എന്ന് പറയുന്ന പ്രവിശ്യയിൽ നിന്ന് അടുത്ത് ആണ് ഇത് സംഭവിച്ചത്. പക്ഷെ കെയ്റോസിൽ ചരക്കുണ്ടായിരുന്നില്ല, ക്രൂഡ് ഓയിലൊന്നും ഉണ്ടായിരുന്നില്ല. ചരക്കില്ലാതെ അത് ഈജിപ്തിൽ നിന്ന് നൊവോറോസിയാസ്ക് തുറമുഖത്തേക്ക് മടങ്ങുകയായിരുന്നു. ആ കപ്പലിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അങ്ങനെയാണ്. അപ്പോൾ ഈജിപ്തിലേക്ക് ക്രൂഡ് ഓയിൽ കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ. ഈജിപ്തിൽ നിന്നൊന്നുമില്ലാതെയാണ് മടങ്ങുന്നത് ഇത്. എന്നിട്ട് സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ചു കപ്പൽ, തീയും പുകയും ഒക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് ആണ് ഈ 35 നോട്ടിക്കൽ മൈൽ അകലെ വിരാട് ആക്രമിക്കപ്പെട്ടത്. അപ്പൊ തുർക്കി ആദ്യം പറഞ്ഞത് ബാഹ്യശക്തികൾ ഇതിലിടപെട്ടിട്ടുണ്ടാകാം എന്ന് പറഞ്ഞു. യുക്രൈൻ്റെ പേര് തുർക്കി പറഞ്ഞില്ല. പക്ഷെ യുക്രൈൻ പിന്നീട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. കെയ്റോസിൽ 25 നാവികർ ആണ് ഉണ്ടായിരുന്നത്. വിരാടിൽ 20 പേരും. വിരാടിനെതിരെ ജനുവരിയിൽ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. അത് കഴിഞ്ഞ് യൂറോപ്യൻ യൂണിയൻ, സ്വിറ്റ്സർലൻഡ്, ബ്രിട്ടൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു.
അതുപോലെ ഈ കൈറോസിനെതിരെ യൂറോപ്യൻ യൂണിയൻ ജൂലൈയിൽ ഉപരോധം പ്രഖ്യാപിച്ചു. പിന്നാലെ ബ്രിട്ടനും സ്വിറ്റ്സർലൻഡും. 2018 വിരാട് പണിതത്. 7 കൊല്ലം പഴക്കേ ഉള്ളൂ. അപ്പൊ അത് പല രാജ്യങ്ങളുടെയും കൊടികൾ അതിൽ വന്നിട്ടുണ്ട്. 2 കപ്പലിൽ വരെ. അപ്പൊ പല സ്ഥലത്തും പോയി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക്. ബാർബഡോസ്, കൊമോറോസ്, ലൈബീരിയ, പാനമ കൊടികൾ മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഗാംബിയ കൊടി വയ്ക്കുന്നതിന് മുമ്പേ ഈ രാജ്യങ്ങളുടെയൊക്കെ കൊടി ഉണ്ടായിരുന്നു. 2002 കൈറോസ് പണിതത്. അത് പഴയതാണ്. അപ്പോൾ പാനമ, ഗ്രീസ്, ലൈബീരിയ കൊടികൾ മുമ്പ് ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ സീ ഡ്രോണുകളാണ് ഉപയോഗിച്ചത് എന്ന് യുക്രൈൻ പറഞ്ഞിട്ടുണ്ട്. ഉത്തരവാദിത്തം ഏറ്റെടുത്ത ശേഷം ആധുനികമായ സീ ബേബി നേവൽ ഡ്രോണുകളാണ് ഉപയോഗിച്ചത് എന്ന് യുക്രൈൻ പറഞ്ഞിട്ടുണ്ട്. കരിങ്കടലില് റഷ്യൻ സ്വാധീനത്തിന് വലിയ വെല്ലുവിളിയാണ്. കാരണം ഈ കടലിൽ കൂടി പോകുന്ന യുക്രൈൻ പ്രദേശത്തോ റഷ്യൻ പ്രദേശത്തോ അല്ലല്ലോ ഇത്. വേറൊരു സ്ഥലത്ത് പോയിട്ട് റഷ്യൻ ടാങ്കറുകളെ, അതായത് ഉപരോധത്തിൽപ്പെട്ട ടാങ്കറുകളെ, ശരിക്കും നേരിട്ട് ആ യുദ്ധം ചെയ്യുന്ന മേഖലയിലുള്ള കാര്യേ അല്ല ഇത്. കരിങ്കടലിൽ പോയി തുർക്കിയുടെ തീരത്ത് പോയിട്ട് നശിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു എന്താ പറയാ, യുദ്ധം പ്രകോപിപ്പിച്ചിട്ട് അല്ലേ, യുദ്ധത്തിന്റെ രീതി തന്നെ മാറുകയാണ് യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ. അപ്പോൾ നാറ്റോയും യൂറോപ്പും ഒക്കെ സഹായത്തിനുണ്ടല്ലോ യുക്രൈൻ്റെ. കാരണം മറ്റേ 28 പദ്ധതി യുദ്ധം തീർക്കാനുള്ള അമേരിക്കയുടെ പദ്ധതി 19 ചുരുക്കി സെലൻസ്കി ആയിട്ടൊക്കെ സംസാരിച്ചിട്ട്. അപ്പോൾ പുടിൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നാണ്. കാരണം സെലൻസ്കി ഭൂമിയൊന്നും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഭൂമി ഡോൺബാസ് ഞങ്ങൾക്ക് വേണം എന്നുള്ള നിർബന്ധത്തിലാണ് പുടിൻ നിൽക്കുന്നത്. അതുകൊണ്ട് ആ പദ്ധതി കരാർ ആരും അങ്ങനെ അംഗീകരിച്ച് വന്നിട്ടില്ല. അതിന് ഇനിയും സമയം എടുക്കും. അപ്പോൾ യുദ്ധം തുടരും. അപ്പോൾ മുമ്പ് യുക്രൈൻ ഡ്രോണുകൾ വടക്കൻ കരിങ്കടലിൽ റഷ്യൻ ടാങ്കറുകൾക്ക് നേരെ വന്നിട്ടുണ്ട്, വടക്കൻ കരിങ്കടലിൽ. ഇപ്പോൾ ഇത് ദിശ മാറി തുർക്കി തീരത്തും ആക്രമിച്ചു. അപ്പോൾ ഈ കടലിലും ഈ ഗോസ്റ്റ് ഫ്ലൈറ്റുകൾ, ഈ കള്ളക്കടത്ത് ക്രൂഡ് ഓയിൽ വിറ്റ് കാശ് ഉണ്ടാക്കി യുദ്ധം ചെയ്യണ്ട റഷ്യ എന്നാണ് യുക്രൈൻ കരുതുന്നത്. അല്ലെങ്കിൽ യുക്രൈൻ്റെ കൂടെയുള്ള ശക്തികളും കരുതുന്നത് അങ്ങനെയാണ്. അപ്പോൾ കൈറോസിനെ ആക്രമിച്ചത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക്, മറ്റേത് പാതിരിയോടടുത്ത്. വിരാട് എണ്ണ ടാങ്കറിൻ്റെ എൻജിൻ മുറിയിൽ നിന്ന് പുകയിരുന്നാണ് ആദ്യം കണ്ടത്. അപ്പോൾ എൻജിൻ റൂമിലാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്, ഡ്രോൺ ആക്രമണം നടന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ റഷ്യക്കെതിരെ ഉക്രൈനും തിരിഞ്ഞടിക്കുന്നു എന്ന് പറഞ്ഞാൽ റഷ്യ കൂടുതൽ പ്രകോപിതരാകും, കൂടുതൽ ശക്തമായിട്ട് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഒരു തിരിച്ചടി എങ്ങനെയായിരിക്കും? ചിലപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞ ദിവസം വലിയ ആക്രമണം നടത്തിയിട്ടുണ്ട് ഊർജ നിലയങ്ങൾക്കൊക്കെ എതിരെ. അപ്പോ റഷ്യ വേറെ സ്ഥലങ്ങളിലും, അതായത് യുദ്ധത്തിന് മുന്നണികൾ എന്ന് പറയുമല്ലോ, ഓരോരോ മേഖലയായിട്ട് പറയും. ഇപ്പൊ കടലിലും ഒരു മുന്നണി തുറന്നിരിക്കുന്നു യുക്രൈൻ എന്ന് പറഞ്ഞാൽ പോർമുഖം മാറിയിരിക്കുന്നു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അമേരിക്ക തയ്യാറാക്കിയ കരാർ 28 കരാർ എന്നുള്ളത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അതിൻ്റെ അകത്ത് റഷ്യൻ അനുകൂല കരാറായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. അത് അല്ലേ, സ്ഥലം വിട്ടുകൊടുക്കുക, അതുപോലെ തന്നെ യുക്രൈൻ്റെ സേന പകുതിയാക്കുക, അങ്ങനെയൊക്കെയാണല്ലോ. രാജ്യാന്തര സേന സെക്യൂരിറ്റി ഗ്യാരണ്ടി ആയിട്ട് നിലകൊള്ളുക യുക്രൈൻ്റെ അകത്ത്, ഇങ്ങനെയൊക്കെയായിരുന്നു അതിൻ്റെ സംഗതികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റഷ്യൻ അനുകൂലമായിരുന്നു. സെലൻസ്കി അത് സമ്മതിച്ചില്ല. അപ്പൊ സെലൻസ്കി ആയിട്ട് ചർച്ചകൾ നടന്നു കഴിഞ്ഞപ്പോൾ ഈ പരിപാടി പറ്റില്ല എന്ന് സെലൻസ്കി പറഞ്ഞു. പിന്നെ 28 പരിപാടി 19 ചുരുക്കി, സ്ഥലമൊന്നും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞു. അത് പുടിൻ്റെ മുമ്പിൽ വന്നു, പുടിൻ അംഗീകരിച്ചിട്ടില്ല അത്. അപ്പൊ അതുകൊണ്ട് യുദ്ധം തുടരുന്നു, പോർമുഖങ്ങൾ മാറുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.